അപ്പോഴാണ് ഒരു കൂട്ടർ പറയുന്നത്, ഈ യേശു എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, അതിന് യാതൊരു പ്രാധാന്യവുമില്ല, പ്രസക്തിയില്ല. ഇനി അങ്ങനെ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് കൊണ്ട്? അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അയാളൊരു മനുഷ്യനായി മാറി, ആദ്യം കാണിച്ച ദൈവങ്ങളുടെ കണക്കായി മാറി, അമൃതാനന്ദമയിയായി മാറുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സുനിൽ സ്വാമിയായി മാറുന്നു. അപ്പോൾ പറയാം ആള് കൂടുതലുണ്ട് സുനിൽ സ്വാമിയേക്കാൾ. സോ വാട്ട്? യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശുവിന് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. മരിച്ചതിന് ശേഷവും വളരെ വളരെ കുറവായിരുന്നു. ഇത് റോമ സാമ്രാജ്യം ഏറ്റെടുക്കുന്ന, അങ്ങനെയാണ് ഗ്ലോബലൈസ് ചെയ്യുമ്പോൾ, ലിബറലൈസേഷനൊക്കെ വരുമ്പോഴാണ് യേശു ഇങ്ങനെ പടരുന്നത്. അങ്ങനെയാണ് ഇവിടെ കോട്ടയത്ത് നമ്മുടെ ചേട്ടൻ ഇപ്പം എന്ത് പോയോ, അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഈ സാധനം അവിടുന്ന് വന്നാണ് നേരെ റോമിലോട്ട് പിടിച്ച് തിരിച്ച് ലോകമെമ്പാടുമായി. അത് തന്നെ മുഹമ്മദിൻ്റെ കാര്യം അവിടെ ഉണ്ടായി. അങ്ങോട്ട് പോയി ജെറുസലേം കീഴടക്കുന്നു, കെയ്റോ കീഴടക്കുന്നു, ഡമാസ്കസ് കീഴടക്കുന്നു.